ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുമളിക്കടുത്തുള്ള അട്ടപ്പള്ളത്തെ റോസ് പാർക്കിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് സൺഡേ ആണ്. സൺഡേ ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണിക്കാണ്, ക്ലോസിങ് 7 മണിക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്നത്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് എൻട്രി ഫീസ് ഒന്നുമില്ല. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 75 രൂപയും മുതിർന്നവർക്ക് 150 രൂപയുമാണ് ഫീസ്. കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ഗെയിമുകളും ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും റൈഡുകളും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഓരോ പാക്കേജുകളുണ്ട്. അപ്പോൾ ഓരോ പാക്കേജായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞങ്ങൾ 600 രൂപയുടെ ഒരു പാക്കേജാണ് എടുത്തത്. അപ്പോൾ അതിൽ വരുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന പാക്കേജിൽ ഉൾപ്പെടുന്ന അല്ലാതെ വേറെ റൈഡുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് വേറെ കൊടുക്കണം. ശരിക്കും നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. കാരണം കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. അവർക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. സിപ്പ് ലൈൻ, വാട്ടർ സൈക്കിൾ, പെഡൽ ബോട്ടിംഗ്, ഹയാക്കിംഗ്, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഈ ഒരു പാർക്കിനുള്ളിൽ തന്നെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ തടാകമാണിത്. ഇതിലൂടെയുള്ള പെഡൽ ബോട്ടിംഗ് ആണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഒരുപാട് നല്ല പൂക്കളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് ഏരിയാസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒന്നായിരുന്നു ഈ ഒരു ആനയുടെ രൂപം. ഇതിൽ കയറി ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഈ പാർക്കിൻ്റെ നടുവിലായിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് പുറത്തായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു മുന്തിരിത്തോട്ടം പോലെയുണ്ട്. പിന്നെ അതുകൂടാതെ ഇതുപോലെ കുറച്ച് പുരാതന വസ്തുക്കളൊക്കെ ഇതിന് പുറത്തായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇതും ഇവിടെ വരുന്നവർക്ക് കാണാനായിട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യവും ഈ റെസ്റ്റോറൻറ്റിലുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. പലതരത്തിലുള്ള മെനുവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.